അതവർക്ക് റെഡിയല്ലേ? ഒരു സ്പ്രേ ഇതാ, ഇത് ഇങ്ങനെ ഇരിക്കാൻ എനിക്ക് തോന്നുന്നു. എൻ്റെ കൈ കൊണ്ടോ അങ്ങനെ ഇരിക്കാൻ എനിക്ക് തോന്നുന്ന ഫീല്. കയ്പുണ്ടാവും. കയ്പുണ്ടെങ്കിൽ എനിക്ക് അവിടെ പോയി തുപ്പാം. കയ്പില്ല, സഹിക്കാൻ പറ്റുന്ന കയ്പുള്ളതാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഈ മെല്ലെ കണ്ണടച്ച് തന്നു, കണ്ണടച്ച് പിടിച്ചു തന്നു. ഓക്കെ, ഞാൻ ഓക്കെ എന്ന് പറയുമ്പോൾ കണ്ണ് തുറന്നാൽ മതി. ഒരു 5 മിനിറ്റ് ഒരു ചെറിയ പാട്ട് ഇട്ട് കൊടുത്താൽ എൻ്റെ ഫോണിൽ ഓക്കെ അല്ലേ? പേടിച്ചണ്ട. ഇത് ചെറിയൊരു ഇൻസുലിൻ്റെ സിറിഞ്ചാണ്. ആ സാധനം അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട് എന്നുള്ള തന്നെ ഈ അറിയില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇല്ല. കൈ തട്ടരുത്. കുറച്ചേരം കഴിഞ്ഞ് ഇതൊന്നും അറിയില്ല. മനസ്സിലായോ? കുറച്ചൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അവസാനത്തെ പാൽപ്പല്ലും പറിച്ചതിന് ശേഷം പപ്പിൻ്റെ അനുഭവം പങ്കുവെക്കാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു പാൽപ്പല്ല്? അവസാനത്തെ പാൽപ്പല്ല് എൻ്റെ വായിൽ നിന്നും പൊളിഞ്ഞു പോകുമ്പോൾ പറിച്ചെടുക്കുമ്പോൾ ആ ഒരു വികാരം എന്തൊക്കെ തോന്നിയത്? ഇമോഷനായിക്കോ, കരയണോ? ഇതുപോലെ ആവണേ എന്നൊക്കെ തോന്നിയത്? അവനൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കണം. പക്ഷെ എനിക്കെന്താ തോന്നുന്നു, എനിക്ക് ആലോചിച്ചത് എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ അവസാനത്തെ സ്മരണയാണെങ്കിൽ ഈ പാൽപ്പല്ല്. എല്ലാ പാൽപ്പല്ലും പോകും, എൻ്റെ അവസാനത്തെ പാൽപ്പല്ല്. ഇത് ലാസ്റ്റത്തതാ? അതായത് ഓൻ്റെ കുട്ടിക്കാലല്ലേ, വിളിച്ച് നടക്കുന്ന സമയമല്ലേ, ആ സമയമുള്ള പല്ലാണ് ഇത്. ആ പല്ല് പോയി അവസാനത്തുള്ള. അങ്ങനെ കുട്ടിക്കാലത്തിന്റെ അവസാനത്തെ അടയാളാണ് നഷ്ടപ്പെട്ടത്. അപ്പൊ അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? അതിനെക്കുറിച്ചൊന്നും പറയില്ല. ഇത് നല്ല കുട്ടിക്കാലം ഇന്നുണ്ട്. ഇത് നല്ല ഒരു കുട്ടിക്കാലായിരുന്നു. ഓയില് വിഷമവും ഉണ്ട് അല്ലേ? പല്ല് പറിച്ചതിനെ കുറിച്ച് പറിച്ചാൽ അനുഭവം